പിന്നെ അമേരിക്കയിലൊട്ടാകെ ഒരു 10,000 ലിറ്റിൽ തെരേസാമാർ, അതായത് പിന്നെ മദർ തെരേസയുടെ വർക്ക് തുടരണം, അവരുടെ ഓർമ്മ നിലനിർത്തണം. അതിനു വേണ്ടിയിട്ട് ഈ 10,000 ലിറ്റിൽ തെരേസാമാരെ ഇങ്ങനെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇത് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിന് ശേഷം പിന്നെ ഒരു 2-3 വർഷത്തേക്ക് ഇങ്ങനെ പിന്നെ ഇദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങളുണ്ടായി. പിന്നെ ഒരു ലിഫ്റ്റിൽ വെച്ച്, ഒരു എലിവേറ്ററിൽ വെച്ച് ഒരു പെൺകുട്ടിയെ പിന്നെ ഹഗ് ചെയ്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ഏതോ പത്രക്കാർ അത് പിന്നെ വലിയൊരു പിന്നെ മോശപ്പെട്ട കാര്യമായിട്ട് അതിനെ ചിത്രീകരിച്ചു. അദ്ദേഹത്തിനെതിരെ അന്വേഷണം ഉണ്ടായി, പക്ഷേ അന്വേഷണം ഒരിടത്തും എത്തിയില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നു. ഇദ്ദേഹം ചില പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് അന്നത്തെ പിന്നെ ആന്ധ്ര മുഖ്യമന്ത്രി രാജശേഖർ റെഡ്ഡി ഇദ്ദേഹത്തോട് $5 മില്യൺ ചോദിച്ചു, പക്ഷേ കൊടുത്തില്ല. പിന്നീട് ഇദ്ദേഹം ഇത് പറഞ്ഞപ്പോഴത്തേക്ക് രാജശേഖർ റെഡ്ഡി അത് നിരസിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ ഇദ്ദേഹം അവിടെ എന്തോ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ്ഡ് ആണ്. അപ്പം ഇതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം 9 വയസ്സുള്ളപ്പോഴാണ് ക്രിസ്തു മതത്തിൽ ചേർന്നത്. പിന്നെ 10ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ പിന്നെ വൈക്കിപീഡിയ പറയുന്നത് പിന്നെ കോളേജിലേതോ 1 വർഷമോ മറ്റോ പോയി എന്നാണ് പറയുന്നത്. എങ്ങനെയായാലും പിന്നെ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എങ്കിലും ലോകത്തിൽ ഇത്രയും ഉന്നത നിലയിൽ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമല്ല. ചെറുപ്രായത്തിൽ, ചെറിയ പ്രായത്തിൽ തന്നെ. കാരണം അദ്ദേഹത്തിന് പിന്നെ ഞാൻ പരിചയപ്പെടുമ്പോൾ 63-ൽ ജനിച്ചതാണ്. 63-ഉം 47-ഉം 57 50കളിലായിരുന്നു ആ സമയത്ത്. എന്തായാലും ഈ 2012-ന് ശേഷം അദ്ദേഹത്തെ പറ്റി അധികം കേൾക്കാനില്ലായിരുന്നു. പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം എന്തോ അവിടെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരനെ വധിക്കാനോ വധിച്ചതോ ആയ കേസിൽ പിന്നെ അദ്ദേഹത്തിനെതിരെ കോൺസ്പിറസി, ഗൂഢാലോചന കുറ്റം ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നാണ് കേട്ടിരുന്നത്. പിന്നീട് അദ്ദേഹത്തെ പറ്റി ഞാനോട്ട് അന്വേഷിച്ചതുമില്ല. പത്രക്കാരൻ അദ്ദേഹത്തെ പറ്റി കേൾക്കാനുമില്ലായിരുന്നു. അപ്പോൾ ആ കേസ് ഈയിടയ്ക്ക് ഇതിപ്പം ഇദ്ദേഹത്തെ പറ്റി ശ്രദ്ധ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിമിഷപ്രിയ കേസിൽ ഇദ്ദേഹം ഇടപെട്ടിരുന്നുവെന്നും അതിനുവേണ്ടി ഏതാണ്ട് 8 കോടിയിലേറെ രൂപ മുടക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്, ഇപ്പോൾ അവകാശപ്പെടുന്നത്. ആ പണം തിരിച്ചു കിട്ടണം. അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരു പണപ്പിരിവ് ഏർപ്പെടുത്തി. അത് കേന്ദ്ര സർക്കാർ നടത്തുന്ന പണപ്പിരിവായിട്ടാണ് അത് അവതരിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ പിന്നെ അക്കൗണ്ട് നമ്പറാണ് കൊടുത്തത്. അപ്പോൾ കേന്ദ്ര സർക്കാർ അത് നിഷേധിച്ചു. അങ്ങനെ ഒരു പണപ്പിരിവ് നടത്തുന്നില്ല, ഇതുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ എന്നാലും ഇങ്ങേർക്ക് പണം കിട്ടണമെന്നാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം മറുനാടൻ മലയാളിയൊക്കെ പറയുന്നത് ഇങ്ങേരെ പറ്റി വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് കണ്ടു.